അപ്പോൾ ഞാനിവിടെ 6 മീഡിയം സൈസ് സവോള എടുത്ത് ക്ലീൻ ചെയ്ത് ഇതുപോലെ തിന്നായി അരിഞ്ഞു കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ 3 വലിയ ടൊമാറ്റോ എടുത്ത് വെള്ളം ചേർക്കാതെ മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ അരച്ചുകൊണ്ടുവരാം. അടുത്തത് നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യണം. 1.25 കിലോ ചിക്കനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്കൊരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ MDHO എവറസ്റ്റോ ഏതെങ്കിലും ഒരു നോർത്ത് ഇന്ത്യൻ ഗരം മസാല ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ മിക്സിയിൽ അരച്ച് വെക്കാറില്ലേ, ആ പേസ്റ്റ് ഇട്ട് കൊടുക്കുക കേട്ടോ. അടുത്തത് നമുക്ക് 1/2 കപ്പ് തൈരാണ് വേണ്ടത്. ഞാനിവിടെ 1/2 കപ്പ് തൈര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. തൈരിലാണ് ഇത് മാരിനേറ്റ് ചെയ്യേണ്ടത് കേട്ടോ. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീര് അല്ലെങ്കിൽ ഇതുപോലെ ഒരു പാതി നാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ കറിയിൽ ഇനി ഉപ്പിടുമ്പോഴത്തേക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പം നല്ലതുപോലെ ഒന്ന് കൈകൊണ്ട് മിക്സ് ചെയ്ത് വെക്കുക. ഇതൊരു 2 മണിക്കൂർ വെച്ചാൽ മതി. സാധാരണ ചങ്കേസി ഉണ്ടാക്കുന്നതിന് ഓവർനൈറ്റാണ് മാരിനേറ്റ് ചെയ്യാനായിട്ട് വെക്കുന്നത്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഞാനിവിടെ ഗ്രേവി തയ്യാറാക്കാനായി പോവുകയാണ്. അതിലേക്ക് ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന സവോള ഉണ്ടല്ലോ, അതൊന്ന് ഒരു പിടി മാറ്റിയതിന് ശേഷം ബാക്കിയുള്ളത് ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് നമുക്കൊരു 50 ഗ്രാം അല്ലെങ്കിൽ ഒരു കൈപ്പിടി നിറച്ച് കാഷ്നട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിന് അളവൊന്നുമില്ല, ഞാൻ ഒരു കൈപ്പിടിയാണ് എടുത്തിരിക്കുന്നത്. കാഷ്നട്ടും കൂടെ ഇട്ടതിന് ശേഷം ആ സവോളയുടെ ഒരു ലൈറ്റ് കളർ ഈ ഒരു കളർ ആകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇതിനെ കോരി മാറ്റി തണുക്കാനായിട്ട് വെക്കുക. തണുക്കുമ്പോഴത്തേക്കും ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് അരച്ച് മാറ്റി വെക്കുക, റെഡിയാക്കി വെക്കണം കേട്ടോ. അടുത്തത് നമുക്ക് ഈ സെയിം ഓയിലിൽ തന്നെയാണ് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. വേണമെങ്കിൽ ലേശം ഓയിൽ കൂടെ ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഏകദേശം 1/2 കപ്പോളം ഓയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതൊരു 80% കുക്ക് ചെയ്തെടുക്കുക. അതായത് നമ്മൾ ഏകദേശം ഒരു ഫ്രൈ ഒക്കെ ആകുന്ന ആ ഒരു തന്തൂരിയുടെ കളറൊക്കെ വരുന്നത് വരെ ഒന്ന് തിരിച്ച് മറിച്ചു വിട്ട് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കുക കേട്ടോ. നമ്മളിത് ഗ്രേവിയിലിട്ട് അധികം കുക്ക് ചെയ്യുന്നില്ല, ഇങ്ങനെയാണ് കൂടുതലും കുക്കാവുന്നത്. അപ്പം സെയിം ഓയിലിൽ തന്നെ നമുക്കിനി ഗരം മസാല, അതായത് ഹോൾ ഗരം മസാല ഇട്ട് കൊടുക്കുന്ന 2 ബേ ലീഫ് എക്സ്ട്രാ ഉള്ളൂ, ഗ്രാമ്പൂ, പട്ട, ഏലക്ക ഇത്രയും മതി കേട്ടോ. ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിരുന്ന ആ ഒരു പിടി സവോള ഉണ്ടല്ലോ, അതുകൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് നമുക്ക് അതൊന്ന് വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നിറച്ച് ജിഞ്ചർ ഗാർലിക്, നേരത്തെ അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റോ അല്ലെങ്കിൽ ഇതുപോലെ ചതച്ചതോ ഇട്ട് കൊടുക്കുക. അതിൻ്റെ ആ ഒരു പച്ച മണം മാറുന്നത് വരെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇതിലേക്ക് നമുക്ക് നേരത്തെ അരച്ച് വെച്ചിരുന്ന ടൊമാറ്റോ കൂടെ ഇട്ട് ആ ടൊമാറ്റോ നല്ലതുപോലെ അതിൻ്റെ വെള്ളമൊക്കെ പോയി ഓയിൽ തെളിയുന്നത് വരെ ഇളക്കി കൊടുക്കണം. ഏകദേശം ഇപ്പോൾ കണ്ടോ, ഇതേപോലെ ആകുന്നത് വരെ അതൊരു 5 to 7 മിനിറ്റ്സ് എടുക്കും. അപ്പോൾ ഇതായിട്ടുണ്ട്. ഇനി മസാലപ്പൊടിയിൽ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ നിറച്ച് കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടേബിൾ സ്പൂൺ ജീര പൗഡർ, ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 3/4 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി, അത് MDHൻ്റെയോ എവറസ്റ്റിൻ്റെയോ ഏതെങ്കിലും ഒരു നോർത്ത് ഇന്ത്യൻ ഗരം മസാലപ്പൊടി. അടുത്ത് ചാട്ട് മസാല, ഒരു 1/4 ടേബിൾ സ്പൂൺ ചാട്ട് മസാല കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വേണം ഇത് കുക്ക് ചെയ്യാനായിട്ട്. മസാല കരിഞ്ഞു പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതൊരു 1 മിനിറ്റോളം ഒന്ന് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്ന, ഞാൻ പറഞ്ഞല്ലോ, ആ സവോളയും ആ ഒരു കാഷ്നട്ടും കൂടെയുള്ള ആ പേസ്റ്റ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഈ ലോ ഫ്ലെയിമിൽ തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മളിപ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ മസാല കരിഞ്ഞു പോകാതിരിക്കാനായിട്ട് ഫ്ലെയിം എപ്പോഴും ലോയിലായിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. നല്ല തിളപ്പിച്ച വെള്ളമാണ് കഴിയുന്നത് നല്ലത്. ഞാൻ ഏകദേശം ഒരു 3 കപ്പ് വെള്ളത്തോളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങളത് ആ ഒരു കൺസിസ്റ്റൻസി നോക്കിയിട്ട്, ബട്ടർ ചിക്കൻ്റെയൊക്കെ ആ ഒരു കൺസിസ്റ്റൻസി അറിയാമല്ലോ, അത് നോക്കി വേണം നിങ്ങൾ ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ അതൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അടുത്ത് നമുക്ക് ചേർക്കേണ്ടത് പാലാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്തതിന് ശേഷം 1 കപ്പ് നോർമൽ ടെമ്പറേച്ചറിലുള്ള പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല കട്ടിയുള്ള പാലായിരിക്കും ഇതിന് ഏറ്റവും നല്ലത്. അതൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കുക. നല്ലതുപോലെ ആ ഗ്രേവിയുമായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മളിത് ഒരുപാട് അങ്ങോട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ കൺസിസ്റ്റൻസി നോക്കുക. നിങ്ങൾക്കിപ്പോൾ നല്ല തിക്കായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പം ഞാൻ കുറച്ചും കൂടെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നല്ലതുപോലെ ഇളക്കിയിട്ട് നമുക്കിതൊന്ന് അടച്ച് ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ്സ് വെച്ചേക്കണം. അപ്പോൾ ഞാനിതിപ്പോൾ കവർ ചെയ്യാണ്.
ഒരു 5 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പം ഏകദേശം അതെല്ലാം സെറ്റായിട്ടുണ്ട്. നമുക്കിനി വെള്ളത്തിൻ്റെയൊന്നും ആവശ്യമില്ല. എന്താ പറയുക, ഗ്രേവിയൊക്കെ കറക്റ്റ് തിക്നെസ്സിലാണ് ഉള്ളത്. ഇതിലേക്ക് നമുക്ക് ഒരു 50 ഗ്രാം ബട്ടർ ഇട്ട് കൊടുക്കുക. ബട്ടർ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ബട്ടർ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ബട്ടർ ചിക്കനിൽ നമ്മൾ ബട്ടർ ചേർക്കാറുണ്ട്, പക്ഷേ ഇതിൽ വേറൊരു രീതിയിലാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പോളം ക്രീം ഒഴിച്ചു കൊടുക്കുക. ക്രീം നിങ്ങൾക്ക് ഇഷ്ടമുള്ള എത്രയാണോ അത്രയും ചേർക്കുന്നത്. ഞാനിവിടെ 1/4 കപ്പ് എന്ന് പറഞ്ഞിട്ട് പിന്നെയും കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ അതും കൂടെ ഒഴിച്ചു കൊടുത്ത് ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഉപ്പൊക്കെ നോക്കി സെറ്റ് ചെയ്യുക കേട്ടോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ സമയത്ത് ഒരു കോളോ അല്ലെങ്കിൽ ഒരു ചിരട്ടയോ കത്തിച്ച് റെഡിയാക്കി വെക്കുക. ഒരു സ്റ്റീൽ പാത്രം വെച്ചതിന് ശേഷം ആ കോള് കത്തിച്ചത് അതിനകത്ത് വെച്ച് ഒരു ചെറിയൊരു ക്യൂബ് ബട്ടർ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ബട്ടർ ഇടുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് പുകയാൻ തുടങ്ങും. അപ്പം തന്നെ ഇത് കവർ ചെയ്ത് വെച്ചിട്ട് എന്തെങ്കിലും വെയിറ്റ് ഉള്ളത് വെച്ച് ഫ്ലെയിം ഓഫ് ചെയ്യണം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിങ്ങനെ ഒരു 10 മിനിറ്റ് ദം ചെയ്യാനായിട്ട് വെക്കുക. അപ്പോൾ ആ ദം ചെയ്യുമ്പോൾ ആ ഒരു ബട്ടറിൻ്റെ ആ ഒരു സ്മോക്കി ഫ്ലേവർ ഈ കറിക്ക് വരും. അതാണ് ഈ ചങ്കേസിയെ വ്യത്യസ്തമാക്കുന്നത് ബട്ടർ ചിക്കനിൽ നിന്ന് കേട്ടോ. അപ്പോൾ അതേ കണ്ടോ, ഇപ്പോഴും ആ ഒരു സ്മോക്ക് 10 മിനിറ്റ് കഴിഞ്ഞിട്ടും ആ സ്മോക്ക് അങ്ങനെ തന്നെയുണ്ട്. ഈ കറി ഫുള്ള് ആ ഒരു സ്മോക്ക് വരും കേട്ടോ. അത് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പം ഇനി ലാസ്റ്റ് ഞാൻ ലേശം കസൂരി മേത്തി ഇട്ട് കൊടുക്കുന്നുണ്ട്. കസൂരി മേത്തി ഇട്ടതിന് ശേഷം ഒന്ന് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. കസൂരി മേത്തി പൊടിക്കുകയൊന്നും വേണ്ട, നമ്മൾ ജസ്റ്റ് ആ ഇലയുണ്ടല്ലോ അത് തന്നെ അങ്ങനെ ഇട്ട് കൊടുക്കുക. പിന്നെ മല്ലിയില അരിഞ്ഞതും കൂടെ ഇട്ട് ഗാർണിഷ് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ഞാനിവിടെ ഗീ റൈസിൻ്റെ കൂടെയാണ് ഉണ്ടാക്കിയതെങ്കിലും അടിപൊളിയായിരുന്നു. ഇത് ബട്ടർ നാനിൻ്റെ കൂടെയോ റൊട്ടിയുടെ കൂടെയോ എല്ലാത്തിൻ്റെ കൂടെയും ചേരും. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. ഗസ്റ്റൊക്കെ വരുമ്പോഴത്തേക്കും നല്ലൊരു അടിപൊളി കറിയാണ് കേട്ടോ. അപ്പോൾ എപ്പോഴും പുതിയ രീതിയിലുള്ള കറികൾ ഉണ്ടാക്കുമ്പോൾ വീട്ടിലുള്ളവർക്കും ഒരു വെറൈറ്റി ആയിട്ട് തോന്നും, അവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ എത്തുന്നവരെ ടിൽ ദെൻ സുറിയാനിസിൻ ടേക്ക് കെയർ, ബൈ ബൈ, താങ്ക് യു.